നിങ്ങൾ ദുബായിൽ ഒരു ജോലി നോക്കുന്ന അല്ലെങ്കിൽ യു എയിൽ ഒരു ജോലി നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഉറപ്പായും കാണണം. ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് എങ്ങനെ ഒരാൾക്ക് ഇവിടെ ദുബായിൽ അല്ലെങ്കിൽ യു എയിൽ വന്നിട്ട് ജോലി നേടാം എന്നുള്ളതിനെക്കുറിച്ച്. ഹബീബി, കം ടു മൈ ചാനൽ. നിങ്ങൾ ഏതൊരു ഡിഗ്രി ഹോൾഡർ ആയിക്കോട്ടെ, നിങ്ങൾ ദുബായിൽ അല്ലെങ്കിൽ ഓൾ ഓവർ യു എയിൽ നിങ്ങളൊരു ജോലി നോക്കി വരുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഏതൊരു പ്രൊഫഷൻ ആയിക്കോട്ടെ, നിങ്ങളൊരു ഹെൽത്ത് കെയർ ആവാം, നിങ്ങളൊരു എഞ്ചിനീയർ ആവാം, നിങ്ങളൊരു മെഡിക്കൽ ഫീൽഡ് ആവാം, നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആവാം, അങ്ങനെ ഏതൊരു മേഖല ആയിക്കോട്ടെ, ഏതൊരു മേഖലയിലും നിങ്ങൾക്ക് എലിജിബിലിറ്റി നോക്കണം. അതായത് നിങ്ങളുടെ ജോലിക്ക് ഇവിടെ ഈ യു എയിൽ അല്ലെങ്കിൽ ദുബായിൽ എത്രത്തോളം അതിന് സാധ്യത ഉണ്ടെന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ നോക്കാമെന്നുള്ളത്, അപ്പം അതിനുള്ള കുറച്ച് സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ മെയിനായിട്ടുള്ള കുറച്ച് ജോബ് പോർട്ടലുകളുണ്ട്. ലൈക്ക് ലിങ്ക്ഡിൻ, ഇൻഡീഡ്, നൗക്കരി ഗൾഫ്, ഡുബിസിൽ, ഇതുപോലെയുള്ള ജോബ് പോർട്ടലുകൾ വഴി നിങ്ങളുടെ പ്രൊഫൈൽ, അതായത് നിങ്ങളുടെ പ്രൊഫഷൻ, ഇപ്പോൾ സപ്പോസ് ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റർ ജോബ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ പറയുന്ന പോർട്ടലുകളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പം നിങ്ങൾക്ക് ഒരുപാട് ജോബ് ലിസ്റ്റുകൾ വരും. അപ്പോൾ ഇതിനകത്തിൽ കയറിയിട്ട് നിങ്ങൾക്ക് അവരുടെ ഒരു ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഈ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഇത് നിങ്ങളുടെ പ്രൊഫൈലുമായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള നിങ്ങളുടെ വർക്കുമായിട്ടും മാച്ച് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അങ്ങനെ ഉറപ്പുവരുത്തിയാൽ, അങ്ങനെ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പ്രൊഫൈലിന് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനെ കൊണ്ട് നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. സോ അപ്പോൾ നിങ്ങൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ചെക്ക് ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. അതായത് നിങ്ങളുടെ പ്രൊഫൈലുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിക്ക് ഇവിടെ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ പ്രവർത്തിക്കുന്ന കമ്പനികളുണ്ടാവും. ആ കമ്പനികളുടെ ഒരു ലിസ്റ്റ് എടുക്കുക. ഈ ലിസ്റ്റ് എടുത്തതിന് ശേഷം അതിൽ ഹൈ പ്രൊഫൈലായിട്ടുള്ള കമ്പനികളുടെ ലിസ്റ്റ് എടുത്തിട്ട് അതിനെ ഒരു ഷോർട്ട് ലിസ്റ്റ് ആക്കുക. എന്തിനാണ് അങ്ങനെ ചെയ്യാൻ നേരത്തെ പറയുന്ന കാര്യം, നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങളൊരു വിസിറ്റ് വിസയിലൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയമുള്ളൂ, അതിനുള്ളിൽ നിങ്ങൾക്ക് ജോലി കണ്ടെത്തണം. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങളൊരു ഹൈ പ്രൊഫൈലായിട്ടുള്ളൊരു കമ്പനിയുടെ പ്രൊഫൈൽ നോക്കാൻ പോകുന്നതും അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയം വേസ്റ്റ് ആവാതെ സമയം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ കമ്പനികൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് തന്നെ വരണം. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പയർ യുവർ ഡോക്യുമെൻറ്റ്സ്. പ്രിപ്പയർ യുവർ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ യു എയിൽ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സുകളും സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യണം. അറ്റസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി ഞാൻ മെയിനായിട്ടും വേണ്ട കുറച്ച് ഡോക്യുമെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് പറയാം. ആദ്യത്തേത് പാസ്പോർട്ടിൽ അറ്റ്ലീസ്റ്റ് 6 മന്ത് വാലിഡിറ്റി ഉണ്ടായിരിക്കണം. അടുത്തത് നിങ്ങളുടെ പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. മൂന്നാമത്തേത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. അത് നിർബന്ധമില്ല. ഇപ്പോൾ നിങ്ങളൊരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവത്തില്ല. അപ്പം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അടുത്തത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം. അടുത്തത് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു CV അല്ലെങ്കിൽ റെസ്യൂമെ. അത് നിങ്ങൾ കൃത്യമായിട്ടും നോക്കി ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ഒരു CV തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കണം. അടുത്തതാണ് PCC സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. അത് എല്ലാ ജോലിക്കും ആവശ്യം ഉണ്ടാകത്തില്ല, ചില ജോലികൾക്ക് അത് ആവശ്യമുണ്ടാകും. അങ്ങനെയുള്ള ജോലിയുള്ള ആളുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊഫൈലുള്ള ആളുകൾ നിങ്ങളുടെ PCC സർട്ടിഫിക്കറ്റ് നിങ്ങൾ മേടിച്ച് അത് കയ്യിൽ സൂക്ഷിക്കണം. ഇനി വേണ്ട 1-2 അഡീഷണൽ ഡോക്യുമെന്റ്സുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ചില ഇൻഡസ്ട്രികൾക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. അതായത് നിങ്ങളൊരു ഫിസിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ജോലികൾ ഉണ്ടാകത്തില്ലേ, അങ്ങനെയുള്ള ജോലികൾക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ വേണം. അപ്പോൾ അതും നിങ്ങൾ എടുത്ത് കയ്യിൽ വെച്ചിരിക്കണം. അതുപോലെ ട്രേഡ് ഓർ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം. ലൈക്ക് എഞ്ചിനീയർ, ഹെൽത്ത് കെയർ, ഫിനാൻസ്, ഇങ്ങനെയുള്ള പ്രൊഫൈലുള്ളവർക്ക് നിങ്ങളുടെ ഒരു ട്രേഡ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം നിർബന്ധമായിട്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും ഡോക്യുമെന്റ്സുകളാണ് യു എയിൽ വന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ കയ്യിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടത്. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട് പോകാം. അതാണ് അറ്റസ്റ്റേഷൻ. നിങ്ങളുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായി നിങ്ങൾ അറ്റസ്റ്റ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനും ഇവിടെ വന്നൊരു ജോലി ചെയ്യാനും സാധിക്കത്തുള്ളൂ. ഇനി ഇന്ത്യയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുന്ന കുറച്ച് അതോറിറ്റീസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഒന്ന് നോട്ടറി പബ്ലിക്. ഇവരാണ് നിങ്ങളുടെ ലോക്കൽ വെരിഫിക്കേഷൻസ് ചെയ്യുന്നത്. അടുത്തത് സ്റ്റേറ്റ് HRD, അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഇവരാണ് നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ, അതായത് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ MEA, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. നാലാമത്തെ അതോറിറ്റിയാണ് UAE എംബസി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് ഒരാൾക്ക് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതോറിറ്റീസ് ആണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി UAE, അതായത് ഇവിടെയുള്ള ഒരാൾക്ക്, കാരണം നിലവിൽ ഇവിടെയുള്ള ഒരാൾക്ക് അറ്റസ്റ്റേഷൻ ചെയ്യണമെങ്കിൽ അതിനു വേണ്ട അതോറിറ്റി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്, MOFA UAE. ഇനി നിങ്ങൾക്ക് ഇത് സെൽഫ് ആയിട്ട് അറ്റസ്റ്റ് ചെയ്യാനെ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടല്ല, നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓതറൈസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടൻസി നിങ്ങൾക്ക്
ആശ്രയിക്കാം. അവർ വഴി നിങ്ങൾക്ക് അവർ ത്രൂ നിങ്ങൾക്ക് ഈ പറയുന്ന അറ്റസ്റ്റേഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും. ഇനി നമുക്ക് 4ാമത്തെ സ്റ്റെപ്പ് പോകാം. അതാണ് അപ്ലൈ ഫോർ ജോബ്സ്, അറ്റൻഡ് ഇന്റർവ്യൂസ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് വിസ എടുത്ത് ഇങ്ങോട്ട് വരാം. പക്ഷേ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ കഴിഞ്ഞ് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങാം. ചില കമ്പനികൾ വിർച്വൽ ഇന്റർവ്യൂസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളൊരു ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള പ്രൊഫൈലാണ്, നിങ്ങളൊരു എഞ്ചിനീയർ ആണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, അതുപോലെ ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ് നിങ്ങളുടെ എങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷങ്ങളിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ കോളുകൾ വരാം. സൂം മീറ്റിംഗ് വഴി ഇന്റർവ്യൂ കോൾ വരാം. വെർച്വൽ ഇന്റർവ്യൂസ് വന്നിട്ട് നിങ്ങൾക്ക് അവരെ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഒരു വിസിറ്റ് വിസ അയച്ചു തരും. ആ വിസിറ്റ് വിസ നിങ്ങൾക്ക് കയറി വന്നിട്ട് നിങ്ങളുടെ ഫിസിക്കൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോലിക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് ഹൈ ഡിമാൻഡഡ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല. ഒരു 100-ൽ 10% ആളുകൾക്ക് ലെക്കുണ്ടെങ്കിൽ അങ്ങനെ കിട്ടാം. അല്ലാതെ ഒരു 90% ആളുകളും അല്ലെങ്കിൽ ഒരു 95% ആളുകളും ഇവിടെ വന്നതിന് ശേഷമാണ് ജോലി കണ്ടെത്തുന്നതും ജോലിക്ക് കയറുന്നതും. അപ്പോൾ ഇനി ഞാൻ ഇവിടെ വന്നിട്ടുള്ള കാര്യം പറയാം. നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റെപ്പുകളെല്ലാം ചെയ്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ചെയ്ത് കിട്ടി, നിങ്ങൾ വിസ എടുത്ത് ടിക്കറ്റ് എടുത്ത് നിങ്ങൾ UAE ഇപ്പോൾ സപ്പോസ് ദുബായിൽ എത്തിയെന്ന് വെച്ചു, വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് അപ്ലൈ ഫോർ ജോബ്സ് ആൻഡ് അറ്റൻഡ് ഇന്റർവ്യൂസ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഇവിടെ UAE മെയിനായിട്ടുള്ള കുറച്ച് ജോബ് പോർട്ടലുകൾ ഒന്നുകൂടെ ഞാൻ പറയാം. ലിങ്ക്ഡിൻ, ഇൻഡീഡ്, ബയൂത്ത്, ഡുബിസിൽ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ്. ഇനിയിപ്പം നിങ്ങളൊരു ഹെൽത്ത് കെയർ പ്രൊഫഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദുബായ് ഗവൺമെൻറ് പുതിയതായിട്ടുള്ളൊരു ജോബ് പോർട്ടൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞൊരു പോർട്ടലാണ്. ഇതിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഗവൺമെൻറ് സെക്ടറിലുള്ള, അതായത് ഹെൽത്ത് കെയർ സെക്ടറിലുള്ള ജോലികൾ കിട്ടും. ജോലികളുടെ വേക്കൻസീസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ കാണാൻ പറ്റും. അപ്പം ഇതൊരു ഗവൺമെൻറ് പോർട്ടൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് 100% നിങ്ങൾക്ക് ഈ പോർട്ടലിനെ വിശ്വസിക്കാം. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഈ പറഞ്ഞ പോർട്ടലായിരിക്കും വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ദുബായ് ഓപ്പർച്യൂണിറ്റീസ് എന്നൊരു പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഈ പോർട്ടലിൽ കയറിയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഏതാണ്, ഒരു നേഴ്സ് ആണെങ്കിൽ നേഴ്സിംഗ്, അല്ലെന്നുണ്ടെങ്കിൽ ഡോക്ടർ, അല്ലെന്നുണ്ടെങ്കിൽ പാരാമെഡിക്കൽ, അല്ലെന്നുണ്ടെങ്കിൽ ലാബ് ടെക്നീഷ്യൻ, ഇങ്ങനെ ഏത് പ്രൊഫഷനാണോ ഹെൽത്ത് കെയർ, നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. ഇവിടെ 2 രീതിയിലാണ് ഈ പറഞ്ഞ ഹയറിംഗ് നടക്കുന്നത്. ഒന്ന് ഡയറക്റ്റ്, 2 ഏജൻസി ത്രൂ. ഈ ഏജൻസി വഴി പോകുമ്പോൾ നമുക്ക് ഒരുപാട് റിസ്ക് ഫാക്ടർ ഉണ്ട്. അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. ഇവിടെ ഡയറക്റ്റ് ചെയ്താൽ ജോലി കിട്ടും. കാര്യം ദുബായ് അത്ര വലിയ സാധ്യതയുള്ളൊരു നഗരമാണ്, അല്ലെങ്കിൽ UAE അത്ര സാധ്യതയുള്ളൊരു കൺട്രിയാണ്. അപ്പം ഉറപ്പായിട്ട് നിങ്ങൾ ഡയറക്റ്റ് ചെയ്താൽ മതി. ഡയറക്റ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടും. ഈ ഡയറക്റ്റ് ചെയ്യാൻ നിങ്ങൾ ഈ പറഞ്ഞ പോർട്ടലുകളിലെല്ലാം, നിങ്ങൾ ഈ പറഞ്ഞ കമ്പനികൾക്കെല്ലാം, നിങ്ങളെ വേക്കൻസി കാണുന്ന കമ്പനികൾക്കെല്ലാം നിങ്ങളുടെ CVs അയച്ചു കൊടുക്കുമ്പോൾ ഇവരിത് സോർട്ട് ഔട്ട് ചെയ്ത് നിങ്ങൾ ആ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളെ കോൾ ചെയ്യും. അങ്ങനെ കോൾ വന്നതിന് ശേഷം നിങ്ങൾ ഫിസിക്കൽ ഇന്റർവ്യൂവിന് പോകുന്നു, നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. നിങ്ങളുടെ ബേസ്ഡ് ഓൺ നിങ്ങളുടെ ഇന്റർവ്യൂ പെർഫോമൻസിൽ അവർ ഓക്കെ ആയാൽ നിങ്ങൾക്ക് ജോലി കിട്ടും. നിങ്ങൾക്ക് ജോലി കിട്ടിയതിന് ശേഷമുള്ള നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ വർക്ക് വിസ. അതായത് നിങ്ങൾക്ക് പിന്നെ വർക്ക് വിസ തരുന്നത് നിങ്ങൾ ഏത് കമ്പനിയാണോ ഹയർ ചെയ്യുന്നത്, ഈ കമ്പനിയാണ് നിങ്ങൾക്ക് റെസിഡൻസ് വിസ തരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ജോബ് വിസ സ്പോൺസർ തരുമെന്ന് പറയുമ്പോൾ അതിനൊരു ടൈമുണ്ട്, അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ഫോർമാലിറ്റീസ് ഉണ്ട്. പെട്ടെന്നല്ല കിട്ടുന്നത്, ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടല്ല. നിങ്ങൾ ഫണ്ട്സ് നിങ്ങളുടെ ഇന്റർവ്യൂ പാസ്സായി നിങ്ങൾക്ക് ഒരു ജോബ് ലെറ്റർ കിട്ടും. ജോബ് ഓഫർ കിട്ടിയതിന് ശേഷം നിങ്ങൾ കമ്പനിയിൽ ജോയിൻ ചെയ്യും. ഈ ജോയിൻ ചെയ്തതിന് ശേഷം ഫസ്റ്റ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഒരു ലേബർ കോൺട്രാക്ട് ഒപ്പിടുക. പിന്നെ നിങ്ങൾ ഈ ലേബർ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്, നിങ്ങൾക്കൊരു ഓഫർ ലെറ്റർ ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഓഫർ ലെറ്ററിൽ പറഞ്ഞിട്ടുള്ള സാലറി, ബെനിഫിറ്റ്സ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഈ പറഞ്ഞ ലേബർ കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കണം. ഇല്ലെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ട് വേണം ലേബർ കോൺട്രാക്ട് ചെയ്യാൻ. കാര്യം നമ്മൾ ഈ ലേബർ കോൺട്രാക്ട് രജിസ്റ്റർ ചെയ്യുന്നത് നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനത്തിനാണ്, മുഹറയിൽ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം ഈ പറഞ്ഞ രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ കമ്പനിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായാൽ നിങ്ങൾ ലീഗലി പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ നിങ്ങളുടെ ലേബർ കോൺട്രാക്ട് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ മുഹറയിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഈ ലേബർ കോൺട്രാക്റ്റാണ് വാല്യൂ ഉള്ളത്, നിങ്ങളുടെ ഓഫർ ലെറ്ററിന് ഒരു വാല്യൂ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ലേബർ കോൺട്രാക്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെന്റ് ആണ്. അപ്പോൾ അത് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കാവൂ. അപ്പോൾ നിങ്ങളുടെ ഈ ലേബർ കോൺട്രാക്ട് രജിസ്ട്രേഷൻ കഴിയുമ്പോഴത്തേക്ക് തന്നെ നിങ്ങളുടെ വിസ സ്റ്റാറ്റസ് മാറും. അതായത് നിങ്ങൾ വിസിറ്റ് വിസയിലാണ് ഇപ്പോൾ കറണ്ട് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ വിസ സ്റ്റാറ്റസ് റെസിഡന്റ് വിസയിലോട്ട് മാറും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ മെഡിക്കൽ ടെസ്റ്റ് പ്ലസ് എമിറേറ്റ്സ് ID ആപ്ലിക്കേഷനാണ്. മെഡിക്കൽ ടെസ്റ്റും ഈ പറഞ്ഞ എമിറേറ്റ്സ് ID ആപ്ലിക്കേഷൻ ഇതെല്ലാം നിങ്ങളുടെ സ്പോൺസർ വഴിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ടാവും, അവിടെ പോയിട്ട് നിങ്ങൾ മെഡിക്കൽ ടെസ്റ്റ് ചെയ്യുക. ഇവിടെ മെഡിക്കൽ ടെസ്റ്റിൽ മെയിനായിട്ട് നോക്കുന്നത് HIV, TB ഇങ്ങനെയുള്ള അസുഖങ്ങളുണ്ടോന്നാണ്. ഇങ്ങനെയുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കലി ഫെയിൽ ആവും. ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ പാസ്സാവും. അതിനുശേഷം മെഡിക്കൽ പാസ്സായി അവിടെ തന്നെയാണ് ഈ പറഞ്ഞ അതെല്ലാം ഈ ഒരേ സെൻറ്റർ തന്നെയാണ്, ആമർ സെൻറ്റർ. അവിടെ പോയതിനു ശേഷമാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം മെഡിക്കൽ
ടെസ്റ്റിൻ്റെ കഴിഞ്ഞതിന് ശേഷം നേരെ പോയിട്ട് എമിറേറ്റ്സ് ഐഡിക്ക് നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ ചെയ്യണം. അതായത് നമ്മുടെ നാട്ടിൽ ആധാർ കാർഡ് നമ്മൾ തമ്പ് കൊടുക്കുന്നുണ്ട് തന്നെ തമ്പ് ഇംപ്രഷൻ ചെയ്യണം. ഈ തമ്പ് ഇംപ്രഷനോട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഒരു 2-3 ആഴ്ച, മാക്സിമം പോയി കഴിഞ്ഞാൽ 3 ആഴ്ച നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഈ 3 ആഴ്ചക്കുള്ളിൽ നിങ്ങളുടെ വിസ നിങ്ങൾക്ക് അപ്രൂവൽ ആവും. അതുപോലെ തന്നെ നിങ്ങളുടെ എമിറേറ്റ്സ് ഐഡി നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് കിട്ടും. ഞാനൊക്കെ വന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിസ നമുക്ക് നമ്മുടെ പാസ്പോർട്ട് കൊടുത്ത് പാസ്പോർട്ടിലായിരുന്നു സ്റ്റാമ്പ് ചെയ്യേണ്ടത്. എന്നാൽ ഇപ്പോൾ അത് മാറ്റിയിട്ട് നിങ്ങളുടെ വിസ സ്റ്റാമ്പിംഗ് ഒന്നും പാസ്പോർട്ടിലില്ല, നിങ്ങളുടെ എമിറേറ്റ്സ് ഐഡിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന എമിറേറ്റ്സ് ഐഡിയിലാണ് നിങ്ങളുടെ വിസയും നിങ്ങളുടെ ഡീറ്റെയിൽസും A to Z കാര്യങ്ങളും. ഈവൻ നിങ്ങൾ നാട്ടിലേക്ക് ഒരു വെക്കേഷൻ ഒക്കെ പോവുകയാണെങ്കിലും നിങ്ങളുടെ എമിറേറ്റ്സ് ഐഡി മാത്രം കാണിച്ചാൽ മതി. പിന്നെ നിങ്ങളുടെ കണ്ണും, ഇത് രണ്ടുമാണ് നിങ്ങളുടെ എന്താ പറയുക വേരിഫിക്കേഷൻ പിന്നീട് വരുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞൊക്കെയാണ് നാട്ടിൽ നിന്ന് UAE വന്ന് ജോലി സെർച്ച് ചെയ്ത് ജോലിക്ക് കയറാനെ കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ A to Z പ്രോസസ്സ് എന്ന് പറയുന്നത്. പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷേ അത് പ്രാക്ടിക്കലി അത് അത്ര എളുപ്പമല്ല, കാര്യം നല്ല ടഫാണ്. ഞാനിവിടെ വിസിറ്റ് വിസയിലാണ് വന്നത്. അന്ന് ഞാൻ വരുന്ന സമയത്ത് നമുക്ക് വിസിറ്റ് വിസ വന്നിട്ട് നമുക്ക് ജോലി നോക്കാം, ജോലി നോക്കിക്കൊണ്ട് നമുക്ക് വിസ ചേഞ്ച് ചെയ്യാം. പക്ഷേ ഇന്ന് അങ്ങനെ വിസിറ്റ് വിസയിൽ വന്ന്, അന്നും വിസിറ്റ് വിസ വന്ന് ജോലി ചെയ്യാൻ പാടില്ല, പക്ഷേ വിസിറ്റ് വിസ വന്ന് ജോലി നോക്കാം. ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസിഡൻസ് വിസ അല്ലെങ്കിൽ വർക്ക് വിസ ഉണ്ടായിരിക്കണം, വർക്ക് പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോലി ചെയ്യാവും. കാര്യം നിങ്ങളിവിടെ വന്നിട്ട് പല കമ്പനികളും സ്കാമിംഗ് ഉണ്ട്. അതായത് 2 മാസം 3 മാസം 4 മാസം ഇങ്ങനെ വിസ എക്സ്റ്റെൻഡ് ചെയ്യും. ഇപ്പോൾ 2 മാസത്തെ വിസയാണെന്നുണ്ടെങ്കിൽ ആ വിസ കഴിയുമ്പോൾ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കും. അങ്ങനെ ഒരു കമ്പനി പറയാൻ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. കാര്യം ഇവിടെ വിസിറ്റ് വിസയിൽ വർക്ക് ചെയ്യുന്നത് ഇല്ലീഗലാണ്. ഈ വിസിറ്റ് വിസ എന്ന് പറയുന്നത് നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, വിസിറ്റ് ചെയ്ത് കൺട്രി എക്സ്പ്ലോർ ചെയ്ത് പോകാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഇത് വർക്ക് ചെയ്യാൻ കൊണ്ടുള്ള ഒരു വിസയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കമ്പനികളും ഈ പറഞ്ഞിട്ട് നിങ്ങളെ ചൂഷണം ചെയ്യും. ഒരു 2 മാസം വിസ എന്നിട്ട് പറയും ഈ 2 മാസം കഴിയുമ്പോൾ നമുക്ക് വിസ പുതുക്കാമെന്ന് പറയും, എൻ്റെ റെസിഡൻസ് വിസയിലോട്ട് മാറ്റാമെന്ന് പറയും. ആ 2 മാസം കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് വിസിറ്റ് പുതുക്കും, ഇങ്ങനെ പുതുക്കും. ഇൻ കേസ് എങ്ങാനും നിങ്ങൾ പിടിക്കപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഫൈൻ വരും, നിങ്ങളെ ഡീപ്പോർട്ട് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനെ കൊണ്ടുള്ളൊരു ബാൻ വരെ ഉണ്ടാവും. ഈ പറഞ്ഞ കമ്പനിക്കും ഫൈൻ കിട്ടും, അത് വേറൊരു പോക്ക്. പക്ഷെങ്കിൽ പോലും നിങ്ങൾക്ക് പിന്നീട് നിങ്ങളെ ഡീപ്പോർട്ട് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഈ ദുബായിലോട്ട് അല്ലെങ്കിൽ UAE വരാനും കൊണ്ട് സാധിക്കാത്തൊരവസരം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഒരിക്കലും നിങ്ങൾ വിസിറ്റ് വിസയിൽ ജോലി ചെയ്യരുത്. നിങ്ങൾക്ക് വിസിറ്റ് വിസ വന്നിട്ട് ജോലി നോക്കാം. പക്ഷേ ഇപ്പം ജോലി നോക്കാൻ വരുന്നവർ കാണുന്നുണ്ട് നിങ്ങൾക്ക് ജോബ് സീക്കർ വിസ എന്നൊരു പുതിയ വിസ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ജോബ് സീക്കർ വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ജോലി നോക്കാം. കാര്യം ആരും നിങ്ങളോട് ചോദിക്കത്തില്ല. ഈ വിസിറ്റ് വിസ വന്നപ്പോൾ നിങ്ങൾക്ക് ജോലി നോക്കുന്നതിനോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതിനൊക്കെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഈ ജോബ് സീക്കർ വിസയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു ലിമിറ്റേഷൻ ഇല്ല. നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ജോലി നോക്കാം, നിങ്ങൾക്ക് ജോലി സെർച്ച് ചെയ്യാം, നിങ്ങൾക്ക് ജോലി കണ്ടുപിടിക്കാനും സാധിക്കും. ഇനി നിങ്ങൾ വരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ടിപ്സുകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. അതായത് ഇപ്പം നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാക്കി വെച്ചിരിക്കണം. കാര്യം ഇതൊരു ഇൻ്റർനാഷണൽ ഹബ്ബാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്പീക്കിംഗ് കോമൺ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. സോ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇപ്പോൾ ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ, ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, പിന്നെ ഈവൻ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആയിക്കോട്ടെ, ഏതൊരു പ്രൊഫൈൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും നിങ്ങൾക്ക് ഡിഗ്രിയോ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നിങ്ങൾക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് വളരെ പാടായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ 2-3 മാസം പോയി സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ച് നല്ല സീരീസുകളൊക്കെ കണ്ട് നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങൾ പോളിഷ് ചെയ്ത് കൊണ്ടുവരുന്നത് വളരെ നല്ലതായിരിക്കും. കാര്യം അത് വളരെ നല്ലതെന്നല്ല, അതൊരു അത്യാവശ്യമായ കാര്യമാണ്. നിങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുന്ന പോലെ പാസ്പോർട്ട് പോലെ തന്നെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ട് തന്നെ വേണം നിങ്ങൾ ഇവിടെ വരാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. സപ്പോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ല, ഇപ്പോൾ നിങ്ങൾക്ക് അത്ര ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അത്ര പരിജ്ഞാനം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾക്കൊരു ജോലി കിട്ടും. അത് പക്ഷേ നിങ്ങൾക്കൊരു മലയാളി കമ്പനികളായിരിക്കാം, മലയാളി ഫേമുകളായിരിക്കാം. പക്ഷേ അപ്പം ഈ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു നല്ലൊരു നോളജ്, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇൻ്റർനാഷണൽ കമ്പനികളിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി സ്കെയിൽ, നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സിനൊക്കെ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. മലയാളി കമ്പനികളൊക്കെയാണ് ഞാൻ ആക്ഷേപിക്കുകയല്ല, മലയാളി കമ്പനികളൊക്കെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ വളരെ നിസ്സാരമായ പൈസകൾ, തുച്ഛമായ പൈസകളെ നിങ്ങൾക്ക് സാലറി നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. വളരെ ബുദ്ധിമുട്ടുമായിരിക്കും. കാര്യം ഞാനും ഇതുപോലെ ആദ്യം ഇവിടെ വന്നിട്ടൊരു മലയാളി കമ്പനിയിലാണ്. എനിക്കും നിങ്ങൾ പറഞ്ഞിട്ട് തന്നെ ഞാൻ അനുഭവസ്ഥനായതുകൊണ്ടാണ് പറയുന്നത്. ഞാനും ലാംഗ്വേജ് ഇല്ലാതെയാണ് ഇങ്ങോട്ട് കയറി വന്നത്. എനിക്ക് ലാംഗ്വേജ് ഒന്നും അറിയില്ലായിരുന്നു. കാര്യം നമുക്ക് നാട്ടിൽ നിൽക്കുമ്പോൾ, നാട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ലാംഗ്വേജിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം മലയാളി കമ്പനിയിലാണ് കയറിയത്. പക്ഷെങ്കിൽ അവിടെ കയറി ഞാൻ അന്നേരമാണ് മലയാളി കമ്പനി കയറരുത്, അല്ല എല്ലാ കമ്പനിയല്ല, ചില കമ്പനികളുണ്ട്. കാര്യം 3 മാസമൊക്കെ നമുക്ക് സാലറി കിട്ടാതിരിക്കും, പറയുന്ന സാലറിയൊക്കെ ചിലപ്പോൾ തരാതെ വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നീട് ഞാൻ ഇവിടെ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഞാനല്ലേ വേറെ കമ്പനിയിൽ പോയത്. ഞാൻ ആദ്യം ഒരു ഇന്ത്യൻ മാനേജ്മെൻറ്റ് തന്നെ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്തത്. പക്ഷേ ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് അതിനുശേഷം ഞാൻ പുതിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്തു. ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് ഞാൻ വേറൊരു കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. അതെന്ന് പറയുന്നത് ഒരു ജോർദാനിയൻ മാനേജ്മെൻറ്റ് കമ്പനിയാണ്. നമ്മളൊരു ഏറെക്കുറെ ഒരു 10-60 നാഷണാലിറ്റീസിലെ ആളുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നൊരു ഫേമാണ്. ഏറെക്കുറെ ഒരു 400 സ്റ്റാഫിനടുത്ത്
ഉള്ള ഒരു വലിയൊരു കമ്പനിയിലാണ്. അത് എനിക്ക് അങ്ങനെ ഒരു കമ്പനി എനിക്ക് ജോലി കിട്ടാൻ്റെ കാരണം എന്ന് പറഞ്ഞത് ഞാൻ വന്നതിന് ശേഷം ഞാൻ 1 കൊല്ലം അല്ല 1.5 കൊല്ലം കൊണ്ട് ഞാൻ എൻ്റെ ലാംഗ്വേജിനെ പോളിഷ് ചെയ്ത് എടുത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന എൻ്റെ കമ്പനിയിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റിയത്. അപ്പം എനിക്ക് ലാംഗ്വേജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ 1.5 വർഷം ഞാൻ സ്ട്രഗിൾ ചെയ്ത് ഇവിടെ വേറെ മറ്റുള്ള കമ്പനിയിൽ വർക്ക് ചെയ്ത്. പക്ഷേ നിങ്ങൾക്കൊരു ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്ട്രഗിളിംഗ് ഇല്ല. നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ ഇനീഷ്യലി നിങ്ങൾക്ക് നല്ല നല്ല ഇൻ്റർനാഷണൽ കമ്പനികളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ജോലി കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേസ്റ്റ് ഓഫ് ടൈം ഉണ്ടാവത്തില്ല. കാര്യം നമുക്കൊരിക്കലും ടൈം എന്ന് പറയുന്നത് നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ തിരിച്ച് കിട്ടാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഞാൻ പറഞ്ഞത് 1 സെക്കൻഡ് പോലും നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ഈ വീഡിയോയിലെല്ലാം ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്, ബ്രോ എങ്ങനെയാണ് നമുക്കിവിടെ വന്നാൽ ഒരു ജോലി കിട്ടാൻ ഭയങ്കര ടഫ് അല്ലേ, നമുക്ക് റെഫറൻസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ജോലി കിട്ടാനെ കൊണ്ട് സാധ്യതയുള്ളതെന്ന് പറയുന്നുണ്ട്. ആക്ച്വലി അതൊരു കാര്യമാണ്. റെഫറൻസിന് ഇവിടെ ഒരു വലിയ ഫാക്റ്റ് ഉണ്ട്. റെഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ജോലി കിട്ടും. പക്ഷെങ്കിൽ അല്ലാതെയും ഡയറക്റ്റ് ഇൻ്റർവ്യൂയിലൂടെയും ജോലി കിട്ടുന്നവരുണ്ട്. ഞാൻ ഡയറക്റ്റ് ഇൻ്റർവ്യൂയിലൂടെ ജോലി കിട്ടിയതാണ്. ഞാൻ എൻ്റെ 3ാമത്തെ കമ്പനിയാണ്. മൂന്ന് കമ്പനിയിലും എനിക്ക് ഡയറക്റ്റായിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയത്. നമ്മുടെ മെറിറ്റിൽ തന്നെ കിട്ടുവാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ റെഫറൻസിലാണ് എന്നുള്ളൊരു ആ ഒരു കാര്യത്തിൻ്റെ പേര് നിങ്ങൾ വരാതിരിക്കരുത്. നിങ്ങൾ ധൈര്യമായിട്ട് വരിക. നിങ്ങളിലൊരു കോൺഫിഡൻസ് ഉണ്ടാക്കുക, നിങ്ങളിലുള്ളൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് സെൽഫായിട്ട് നമുക്കൊരു കോൺഫിഡൻസും വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കിവിടെ വന്നാൽ ഇനീഷ്യലി നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. ഇനീഷ്യലി കുറച്ച് നല്ല രീതിയിൽ ബുദ്ധിമുട്ടേണ്ടി വരും. കാര്യം നമ്മൾ നാട് വിട്ട്, ഭാഷ വിട്ട്, നമ്മുടെ സംസ്കാരം വിട്ട് എല്ലാം വരുമ്പം എൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കൾച്ചർ, ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഒരു ചുറ്റുപാടിലേക്ക് വരുമ്പം നമുക്ക് അതിൻ്റെതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും. പിന്നെ ഈ പറഞ്ഞതിലൂടെ നിങ്ങൾ ഫാമിലിയുടെ കൂടെ, നിങ്ങൾ അച്ഛൻ, അമ്മ, സഹോദരങ്ങളുടെയൊക്കെ അടുത്തും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെയൊക്കെ അടുത്തുനിന്നും നിങ്ങളൊരു ജീവിച്ച് പോകുന്നൊരു ജീവിതത്തിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഒറ്റപ്പെട്ട ഒരു ജീവിതത്തിലേക്ക്, ഒറ്റയ്ക്ക് ജീവിക്കുന്ന, ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒറ്റപ്പെട്ട ഒരു ഐസൊലേറ്റഡ് ലൈഫിലോട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു ഐസൊലേറ്റഡ് ലൈഫിലോട്ട് വരുമ്പം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. നിങ്ങൾക്ക് മെൻ്റലി കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും. നിങ്ങൾക്ക് ഇനീഷ്യലി നിങ്ങൾക്ക് വന്ന ഉടനെ ജോലി കിട്ടണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ചിലപ്പോൾ ഒരു വിസ പുതുക്കി, ചിലപ്പോൾ ഒരു വിസ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വിസ പുതുക്കി കഴിയുമ്പോഴൊക്കെ ആയിരിക്കാം ജോലി കിട്ടും. ചിലപ്പോൾ 2-3 വിസ പുതുക്കി കഴിഞ്ഞിട്ട് ജോലി കിട്ടാത്തവരിവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ലക്കും നിങ്ങളുടെ എഫേർട്ടും പോലിരിക്കും. എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വിസ കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഡിപ്രസ് ആവുമോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തളർന്നു പോവുകയോ ചെയ്യരുത്. നമ്മൾ ഫൈറ്റ് ചെയ്യുക. നമ്മൾ എത്രത്തോളം വിജയിക്കാൻ, നമ്മുടെ വിജയം നേടുന്നവരെ ഫൈറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ശരിക്കും നമ്മളിപ്പോൾ ഒരു ജോബ് സീരീസിൻ്റെ വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ലോജിസ്റ്റിക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തു. അതിന് മുമ്പ് ഹെൽത്ത് കെയർ മെഡിക്കൽ ടെക്നീഷ്യൻസിൻ്റെ വീഡിയോ ചെയ്തു. അങ്ങനെ പല പ്രൊഫൈലുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് വീണ്ടും വരുന്നുണ്ട്. ഞാൻ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ ബ്ലൂ കോളർ ജോലികൾ കിട്ടുന്ന, അതായത് ബ്ലൂ കോളർ AC ടെക്നീഷ്യന്, പ്ലംബർ, ഇലക്ട്രീഷ്യന്, അങ്ങനെയുള്ള സാധാരണപ്പെട്ട ജോലികൾക്കുള്ള ഡിമാൻഡും കാര്യങ്ങളുമാണ് അടുത്തൊരു വീഡിയോ വരുന്നത്. അതുപോലെ തന്നെ IT ഇൻഫർമേഷൻ ടെക്നോളജിയിലുള്ള ജോലികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഒരുപാട് ആളുകൾ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് എൻ്റെ ഒരു പ്രൊസീജിയർ, എങ്ങനെ നമുക്ക് ജോലി കിട്ടാൻ പറ്റും, എങ്ങനെ വരാൻ പറ്റും എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതെല്ലാം കൂടെ പറഞ്ഞിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാമെന്ന്. അതായത് കഷ്ടപ്പെടാനൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കയറിപ്പോകുന്നു. ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റുകളും കാര്യങ്ങളെല്ലാം റെഡി ആക്കിയിട്ട് കയറിപ്പോകുന്നു. ദുബായ് ഒരിക്കലും നിങ്ങളെ കൈവിടത്തില്ല. എൻ്റെ ലൈഫ് കൊണ്ട്, എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇനി നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ടൊക്കെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, ഞാനത് ആൻസർ ചെയ്യാം. ഇനി അതേപോലെ നിങ്ങളുടെ ഏതെങ്കിലും പ്രൊഫഷനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറ. നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും മാസലാമ.